ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഇത് ഹോണ്ടയുടെ ഗ്രാസിയ വണ്ടിയാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരുന്നതാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തീരെ കംപ്രഷൻ കുറവായിട്ട് ആണ് കംപ്ലൈൻറ്റ് കാണിച്ചിരുന്നത്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ കിക്കർ ടൈറ്റ് ആവുന്ന കംപ്ലൈൻറ്റും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എൻജിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ അതിനകത്ത് കാണുന്നുണ്ട്. പക്ഷേ കംപ്ലൈൻറ്റ് വന്നതാണെന്ന് വെച്ചാൽ ഓയിൽ കീറുന്ന് പിസ്റ്റൺ സിലിണ്ടറിൽ പിടിച്ചേക്കണമെന്നാണ് കംപ്ലൈൻറ്റ്. ഇവിടെ പിസ്റ്റൺ നോക്കുമ്പോൾ അറിയാം ഫുള്ള് ഉരുകി പിടിച്ചേക്കണ അവസ്ഥയിലാണ്. അലുമിനിയം പിസ്റ്റണാണ് നമുക്ക് വരാം. അപ്പോൾ അലുമിനിയം പിസ്റ്റൺ ഫുള്ളായിട്ട് ഉരുകി സിലിണ്ടറിൽ പിടിച്ചേക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓയിൽ തീർന്നതിന് ശേഷം വണ്ടി ഓടി നിന്നതിന് ശേഷം ഓയിൽ ഒഴിച്ചതായിരിക്കുള്ളൂ. വണ്ടിയിൽ ഓയിലുണ്ട്, പക്ഷേ വണ്ടി ഓടി നിന്നതിന് ശേഷം ഓയിൽ മേടിച്ച് ഒഴിക്കാവാനാണ് സാധ്യത. അപ്പോൾ നിലവിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിസ്റ്റൺ സിലിണ്ടർ ഫുൾ ഡാമേജാണ്. പിസ്റ്റൺ എന്ന് പറയുമ്പോൾ ക്രാങ്കിൻ്റെ കണക്ടർ ഓടുമ്പോഴുള്ള പ്ലെയിൻ കാണും കേട്ടോ, അത്രയ്ക്കും തേയ്മാനം വന്നു പോയേക്കാണ്. അതേപോലെ തന്നെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഉള്ളിൽ ഈ പിസ്റ്റൺ കണക്ട് ചെയ്യുന്ന കണക്ടർ റോഡ് വരുന്ന ക്രാങ്ക് ഷാഫ്റ്റ് അതും ഉള്ളിൽ ഡാമേജാണ്. ഇതുണ്ടോ ഫുള്ള് ക്രാങ്കിൻ്റെ ഒക്കെ കണക്ടർ റോഡ് പോയിട്ട് നല്ല രീതിയിൽ ഷെയ്ക്ക് അതിനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം ഒന്നുമല്ല റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ മാറ്റി റീസെറ്റ് ചെയ്യണം. ഞാൻ രണ്ട് രീതിയിലുള്ള എസ്റ്റിമേറ്റ് പറയാം കേട്ടോ. ഇപ്പോൾ നിലവിൽ ഡാമേജ് ഉള്ളത് ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ട്, സിലിണ്ടർ പിസ്റ്റൺ കിറ്റ് വരും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗം, അതായത് വാൽവ് വന്ന ഭാഗം. ഈ വാൽവ് സാധാരണ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയാൽ പോലും നമുക്ക് അതിൻ്റെ ഈ വാൽവിൻ്റെ എക്സോസ്റ്റ് വാൽവ് ഗൈഡ് അടക്കം കംപ്ലൈൻറ്റ് വരാറുണ്ട്. അപ്പോൾ വാൽവും മാറ്റിയിടേണ്ടി വരും, ഗൈഡും മാറ്റേണ്ടതായിട്ട് വരും. ക്യാം ഷാഫ്റ്റ് റോക്കറാം നിലവിൽ കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ തൽക്കാലം അതൊക്കെ ക്ലീൻ ചെയ്താൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ലൂബ്രിക്കേഷൻ ഇല്ലാണ്ട് വരുമ്പോൾ പെട്ടെന്ന് ഇതേപോലെ സെൻസിറ്റീവായിട്ട് വന്ന ഭാഗങ്ങൾ പെട്ടെന്ന് ചൂടാവും. കാരണം വെച്ചാൽ ലൂബ്രിക്കേഷൻ വരില്ല, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹീറ്റ് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലൈൻറ്റ് വരുവാണ്. പെട്ടെന്ന് ചൂടായ കംപ്ലൈൻറ്റ് വരലാണ് സാധാരണ ഇത് സംഭവിക്കുക. അപ്പോൾ ആ ക്യാം ഷാഫ്റ്റും പ്രോഗ്രാമിനും നിലവിൽ കംപ്ലൈൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അതന്നെ നമുക്ക് യൂസ് ചെയ്യാം. ബാക്കിയത്തെ ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഡാമേജുള്ള പാർട്സുകൾ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹെഡ് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ രണ്ട് വാൽവ് മാറണം. ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡും കംപ്ലൈൻറ്റ് വരും, ആ ഗൈഡ് മാറ്റിയിടണം. സിലിണ്ടർ പറയുമ്പോൾ ഇതാണ് സിലിണ്ടർ കിറ്റ്. ഇത് വരാം സിലിണ്ടർ കിറ്റേപ്പാടി വന്നാൽ ഇപ്പോൾ അലുമിനിയം പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ ഉരുകി പിടിച്ചാണ് ഒരു സിറ്റുവേഷനിൽ കാണണം കേട്ടോ. ഫുള്ള് ഉരുകി പിടിച്ചാണത്. അപ്പോൾ സിലിണ്ടർ കിറ്റായിട്ടാണ് വരാം. അതിനകത്ത് സിലിണ്ടർ ഉണ്ടാവും, ഈ വന്ന പിസ്റ്റൺ, അതിൻ്റെ റിങ്സ്, പിസ്റ്റൺ പിന്ന്, അതിൻ്റെ ലോക്ക്, അത്ര അടക്കമാണ് ഒരു കിറ്റ് വരാം. ഏകദേശം ഒരു 3600 3700 നമുക്ക് അതിൻ്റെ ചിലവ് തന്നെ ഉണ്ട്. ഈ ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിനും ഏകദേശം അത്ര തന്നെ വന്നിട്ടുണ്ട്. 3700 അടുത്ത് ഈ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി വരും. പിന്നെ വാൽവ് കിറ്റ് എനിക്ക് തോന്നുന്നു ഒരു 600 സംതിങ് ആ വാൽവ് കിറ്റ് വരാം. പിന്നെ ലേത്തി കൊടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ വാൽവ് സീറ്റ് ചെയ്യണം, ഗൈഡ് മാറണം. ഏകദേശം ഒരു 900 രൂപയുടെ താഴെക്കാണ്ട് വാൽവും എല്ലാം കൂടിയിട്ട് സാധാരണ രീതിയിൽ വരാറുണ്ട്. പിന്നെ നമുക്ക് മാറ്റിയിടുമ്പോൾ നമുക്ക് എന്തായാലും ഈ എഞ്ചിൻ ഓയിൽ മാറ്റി പുതിയ ഓയിൽ ഒഴിക്കുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് 1 ഇയർ വാറണ്ടി ഉണ്ട്. വാറണ്ടിയിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു വർഷം ഓയിലൊന്നും പഴയത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത് മേടിച്ചൊഴിച്ചിട്ട് ഒരുപാടായിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്ക് ഈ ഓയിൽ നമുക്ക് റീയൂസിങ് നടക്കില്ല. പിന്നെ അതേപോലെ തന്നെ കാർബറേറ്റർ അസംബ്ലിയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് വെച്ച് ക്ലീൻ ചെയ്യണം. അതേപോലെ എയർ ഫിൽറ്റർ മാറ്റി പുതിയതിടേണ്ടി വരും. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ വേണ്ടി വരാം. അത് നമുക്ക് ശരിക്കും ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ മാറ്റി ചെയ്യുമ്പോൾ 1 വർഷം വാറണ്ടിയിലാണ് നമ്മൾ ചെയ്യുക. 1 വർഷം വാറണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ്. അതായത് കംപ്ലയിൻറ്റ് എന്തെങ്കിലും വന്നാൽ 1 വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പാർട്സ് മാറ്റി ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് കംപ്ലയിൻറ്റ് എന്താണോ ആ കംപ്ലയിൻറ്റ് നമുക്ക് പരിഹരിച്ച് ഡാമേജ് എന്താണോ ആ ഭാഗങ്ങൾ മാറ്റി നമുക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടും. 1 വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ, അതാണ് അതിൻ്റെ പീരീഡ് കേട്ടോ. പിന്നെ നേരെ മറിച്ച് നമുക്ക് ഈ എമൗണ്ട് ചുരുക്കി ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ലെയ്ത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബോർ ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും സെറ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. സിലിണ്ടർ ആയാലും ഈ പിസ്റ്റൺ മാത്രം മാറ്റി പഴയ സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ബോർ ചെയ്തെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്കൊരു 2000 രൂപ, ഒരു 2500 രൂപ കൂടുതൽ നമുക്ക് അതിനകത്ത് ലാഭം എന്ന് പറയാൻ പറ്റില്ല. അതായത് സേവ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ അങ്ങനെ സേവ് ചെയ്താലും ഈ പറഞ്ഞ രീതികളെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് പിന്നീട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന പണി മൊത്തം പാഴ്പണിയാവുകയും ചെയ്യും, ആ മൊത്തം പൈസ നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ഇപ്പോൾ ഏതാണ് ഒരു കമ്പനി ഐറ്റം മേടിക്കുക, ഇൻസ്റ്റാൾ ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ലൈഫ് ലോങ് നമുക്ക് റിസ്ക് ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 2 രീതിയിലുള്ള എസ്റ്റിമേറ്റ് ഇട്ടാക്കാം. അതായത് ലെയ്ത്ത് വർക്ക് ചെയ്ത് എമൗണ്ട് കുറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ എത്ര വരും എന്നുള്ളത് എസ്റ്റിമേറ്റ് പറയാം. ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും എന്നുള്ള ദിവസം അതിൻ്റെ ഡീറ്റെയിൽസും പറഞ്ഞേക്കാം. 2 രീതിയിൽ ചെയ്യുമ്പോഴും നമ്മൾ വാറണ്ടിയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ ലെയ്ത്തിൽ കൊടുത്ത് ചെയ്താലും വാറണ്ടി ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ പറയണ വാറണ്ടി അല്ല. ലെയ്ത്തിലിപ്പോൾ ക്രാങ്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ആ ക്രാങ്ക് സെറ്റ് ചെയ്യണതിന് ആ ലെയ്ത്ത് വർക്ക്ഷോപ്പ് വാറണ്ടി വരും. അതേപോലെ സിലിണ്ടർ ആയാലും ലെയ്ത്ത് വർക്ക്ഷോപ്പാണ് നമുക്ക് തരാം. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് അതിനിടയിൽ ഇപ്പോൾ വാറണ്ടി പീരീഡിൽ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ
ഇപ്പോൾ അഴിച്ച് ചെയ്യണതിന് ലെയ്ത്തിൽ അവർ റിപ്പയർ ചെയ്ത് തരും. പക്ഷേ നമുക്ക് ബാക്കിയത്തെ തന്നെ ചിലവുകൾ, ലേബർ കോസ്റ്റ്, ബാക്കിയതൊക്കെ നമ്മൾ തന്നെ വഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും നഷ്ടമായിരിക്കും. ഐറ്റം മേടിച്ച് മാറ്റുന്നതായിരിക്കും നല്ലത്. മാറ്റി പുതിയത് സെറ്റ് ചെയ്യുമ്പോഴുള്ള മെച്ചം എന്ന് വെച്ചാൽ നമുക്ക് ലേബർ കോസ്റ്റ് പോലും വരില്ല. നമുക്ക് ഗ്യാസ്കറ്റ് വിത്ത് ഓയിൽ സീൽ, അതായത് വാറണ്ടിയുടെ പരിധിയിൽ വരാത്ത ആ പാർട്സുകളുടെ പൈസ മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടി വരുള്ളൂ. കംപ്ലയിൻറ്റ് വന്നാൽ കേട്ടോ, വരുമെന്നല്ല, 99% വരില്ല. ഇനി ബൈ ചാൻസ് വന്നു കഴിഞ്ഞാലുള്ള കേസ് നമ്മൾ പറയണേ. ഗ്യാസ്കറ്റ്, അതേപോലെ ഓയിൽ സീല്, ഈ റബ്ബർ ബീഡി ഗ്യാസ്കറ്റ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഓൾറെഡി വാറണ്ടിയുടെ പരിധിയിൽ വന്നതല്ല. അതിപ്പോൾ നമ്മൾ പുതിയ വണ്ടി എടുത്താൽ പോലും നമുക്ക് ആ വാറണ്ടിയിൽ ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ നമുക്കത് പൈസ അടയ്ക്കേണ്ടതായിട്ട് തന്നെ വരും. കാരണം അതൊക്കെ വൺ ടൈം യൂസിങ് വന്ന പാർട്സുകളാണ്. കംപ്ലയിൻറ്റ് വന്നുകൂടായിയൊന്നുമില്ല, വരാൻ സാധ്യതയുള്ള പാർട്സുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി അത് നമുക്ക് വാറണ്ടിയുടെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ മെയിനായിട്ട് ഇത്രയും ഇതാണ് ശരിക്കും അതിൻ്റെ അഴിച്ചിട്ടുള്ളൊരു വ്യൂ. നമ്മൾ ഫുള്ളായിട്ട് അഴിച്ചിട്ടില്ല, സിലിണ്ടർ പിസ്റ്റൺ ഭാഗം മാത്രമാണ് അഴിച്ചു നിർത്തിയാണ്. ഇനി നമുക്ക് അതിൻ്റെ പെർമിഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മളതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ വീഡിയോ കാണാം, വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് അത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം പെർമിഷൻ കിട്ടിയാലാണ് നമ്മൾ വണ്ടി ബാക്കിയത്തെ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയിലാണ് ചെയ്യണതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 50% എമൗണ്ടിൽ നമുക്ക് അഡ്വാൻസ് പേ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഗൂഗിൾ പേ ചെയ്താലും മതി, നമുക്ക് വേറെ പ്രോബ്ലമൊന്നുമില്ല. UPI വെച്ച് നമുക്ക് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് ചെയ്തിട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. വാട്സാപ്പിൽ തന്നെ ഞാൻ എൻ്റെ എസ്റ്റിമേറ്റിൻ്റെ ഒരു കൊട്ടേഷൻ എഴുതിയിട്ടേക്കാം. 2 രീതിയിലുള്ള ഡീറ്റെയിൽസും ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. കാരണം ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തേക്കണേ. കാരണം റിപ്ലൈ കിട്ടാത്തത് കൊണ്ട് നമ്മൾ കുറേ വേണ്ടി പെൻഡിങ് ആയിരുന്നു, പെർമിഷൻ കിട്ടാത്ത കാരണം. അപ്പോൾ പരമാവധി അത് അവോയ്ഡ് ചെയ്യുക. മാക്സിമം പെട്ടെന്ന് കണ്ടുകഴിയുമ്പോൾ തന്നെ നോക്കിയിട്ടൊന്ന് പറയുകയാണെങ്കിൽ അതനുസരിച്ച് വർക്ക് നമുക്ക് ഫാസ്റ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ.